ഓക്കെ, അപ്പൊ നമ്മളിവിടെ കെ ഫസ്റ്റ് തന്നെ ഇനീഷ്യലൈസ് ചെയ്യണം, കെ ഈക്വൽ ടു 3. ഓക്കെ, അതിനുശേഷം നമ്മൾ കെ നിയറസ്റ്റ് നൈബർ ക്ലാസിഫയർ, കെ നിയറസ്റ്റ് എന്നില്ല, നമ്മളോട് ശരിക്കും ശ്രദ്ധിക്കണം, കെ നൈബേഴ്സ് ക്ലാസിഫയർ, അങ്ങനെയാണ് ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്, ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പൊ എൻ നൈബേഴ്സ് എത്രയെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കെ ഈക്വൽ ടു 3 എന്ന് ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ നൈബേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ കെ ഈക്വൽ ടു 3 എന്ന് മെൻഷൻ ചെയ്തിട്ട് ആ കെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ കെ എൻ എൻ ക്ലാസിഫയർ വെച്ചിട്ട് നമ്മൾ എക്സ് ട്രെയിനും വൈ ട്രെയിനും ട്രെയിൻ ചെയ്യിപ്പിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് പ്രിഡിക്റ്റ് ചെയ്യാം. കെ എൻ എൻ ക്ലാസിഫയർ ഇവിടെ ട്രെയിൻ അയച്ചുകൊണ്ട് ദെൻ ഡോട്ട് പ്രിഡിക്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇവിടെ ട്രെയിൻ ആയി, എൻ നൈബേഴ്സ് 3 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിഡിക്റ്റ് ചെയ്തു. ഇനി വൈ പ്രിഡിക്ഷൻ എത്ര നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഇതാണ് സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വൈ ടെസ്റ്റ് എന്തായിരുന്നു? ഇതായിരുന്നു. സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്തു, ഏകദേശം സെയിം റിസൾട്ട് തന്നെയാണ് അല്ലേ. നമുക്ക് ഇതിന്റെ ആക്യുറസി ഒക്കെ ചെക്ക് ചെയ്യാം. ആക്യുറസി, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, ബിക്കോസ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന മെട്രിക്സ് ഇതൊക്കെയാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് ആക്യുറസി 100% ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കൂടെ പ്രിസിഷൻ റീകോൾ എല്ലാം നമുക്ക് 100% തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കെ നിയറസ്റ്റ് നൈബർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ടൈപ്പ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മാറ്റ്പ്ലോട്ലിബ് ഓൾറെഡി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്ലോട്ട് ആസ് PLT. ഈ PLT യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിഗർ എന്ന ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫിഗറിന് എത്ര സൈസ് വേണം, നമുക്ക് ഗ്രാഫിന് എത്ര സൈസ് വേണമെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഫിഗർ സൈസ് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ PLT സ്കാറ്റർ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ട്രെയിനിങ് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സ്കാറ്റർ എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. അതിൽ നമ്മൾ ഫസ്റ്റത്തെ കോളം, അതായത് അവേഴ്സ് ഓഫ് സ്റ്റഡിയും, പിന്നെ സെക്കൻഡ് കോളം 1 എന്ന് പറയുമ്പോൾ നമ്മുടെ 0, 1. ഏത് സെക്കൻഡ് കോളം? പ്രീവിയസ് ഗ്രേഡ്. ഇതാണ് നമ്മൾ ട്രെയിനിങ് ഡാറ്റയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ശരിക്കുള്ള പ്രഡിക്ഷൻ, ശരിക്കും നമ്മൾ പഠിപ്പിച്ച പ്രഡിക്ഷനാണ് നമ്മളിവിടെ സ്കാറ്റർ പ്ലോട്ട് വെച്ചിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് സിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എഡ്ജ് കളർ നമ്മൾ കെ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സി മാപ്പ്. അപ്പോൾ കളർ ബോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത്, സോറി കൂൾവാം ആണ്. അപ്പോൾ കൂൾവാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കൂൾവാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബ്ലൂ ആണെങ്കിൽ ഫെയില്, റെഡ് ആവും തോറും പാസ് എന്ന രീതിയിൽ. ഓക്കെ, ഒരു കൂൾ ബാർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ലേബൽ ചെയ്തിരിക്കുന്നത് എന്താ? ടെസ്റ്റ് ഡാറ്റ പ്രെഡിക്റ്റഡ്. ഇവിടെ എന്താണ് ലേബൽ? ട്രെയിനിങ് ഡാറ്റ. അപ്പൊ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ട്രെയിനിങ് ഡാറ്റയും പ്ലോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്ത ഡാറ്റയും പ്ലോട്ട് ചെയ്യുന്നത്. അതായത് എക്സ് ടെസ്റ്റ് സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്ത ഡാറ്റയും പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ട്രെയിനിങ് ഡാറ്റ പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് പ്രൊഡിക്ഷനും നമ്മുടെ സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്തും കൂടി നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കണം. അത് നമ്മൾ സ്കാറ്റർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. സ്കാറ്റർ പ്ലോട്ടിംഗ് നമ്മളോട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ടൈറ്റിൽ KNN ക്ലാസിഫിക്കേഷൻ അവേഴ്സ് ഓഫ് സ്റ്റഡി വേഴ്സസ് പ്രീവിയസ് ഗ്രേഡ്, ഇതാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ലേബൽ എന്താ? അവേഴ്സ് ഓഫ് സ്റ്റഡി. വൈ ലേബൽ എന്താ? പ്രീവിയസ് ഗ്രേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് പ്രൊഡിക്ഷനും സിസ്റ്റം പ്രൊഡിക്ഷനും ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ കളർ ബാർ ലേബൽ ഈക്വൽ ടു ക്ലാസ് ലേബൽ. അപ്പൊ ഈ കളർ ബാർ ഇതാണ് നമ്മുടെ കളർ ബാറിൽ നമുക്ക് ക്ലാസ് ലേബൽ എന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ, PLT ഡോട്ട് ഷോ പറയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും. ഇതിൽ PLT ഡോട്ട് ലെജൻഡ് മീൻസ് ഇതാണ് ഈ ഒരു സൈഡിലുള്ള ലെഫ്റ്റിലുള്ള ഈ അപ്പർ കോർണറിലായിട്ടുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ പ്ലോട്ടിങ്സ്, അതായത് ഈ സർക്കിൾസ് എല്ലാം, സർക്കിൾ ഡോട്ട്സ് എല്ലാം എന്താണ്? ട്രെയിനിങ്